മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പരാതി നൽകി ബി.ജെ.പി. സംസ്ഥാന നിർവാഹക സമിതി അംഗം കെ സുരേന്ദ്രൻ. മലപ്പുറത്ത് നടത്തിയ CAA വിരുദ്ധ റാലിയിലാണ് മുഖ്യമന്ത്രി വിദ്വേഷ പരാമർശം നടത്തിയതെന്ന് പറയുന്നത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പരാതി നൽകിയത്. മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ ഭയവും വെറുപ്പും വളർത്തണമെന്ന ലക്ഷ്യത്തോടെയാണ് പ്രസംഗമെന്നും പരാതിയിൽ പറയുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി സോണൽ കൃഷ്ണ ചേർത്തുണ്ട്. സോണൽ, എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതിന്മേൽ തന്നെയാണ് ഇപ്പോൾ BJP സംസ്ഥാന നിർവാഹക സമിതി അംഗം കൂടിയായിട്ടുള്ള കെ സുരേന്ദ്രൻ പരാതിയുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുള്ളത്. കാരണം ഈ മുസ്ലിം വിഭാഗത്തെ പ്രീണിപ്പിക്കുന്ന ഒരു രീതി അത് പണ്ടേ ഇടതുപക്ഷം പിന്തുടർന്ന് പോരുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ അവരുടെ മനസ്സിൽ ഇത്തരത്തിൽ ഒരു ഭിന്നത ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ആരോപണം കൂടി മുഖ്യമന്ത്രി നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ മുഖ്യമന്ത്രി പറയുന്നത് ഇങ്ങനെയാണ്: മുസ്ലിങ്ങളെ പൗരന്മാരായി കണക്കാക്കുന്നതല്ല ഈ ബില്ല്. അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് ഇനി പൗരത്വത്തിന് അപേക്ഷിക്കാൻ പോലും കഴിയില്ല, അവരുടെ പൗരാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്നുൾപ്പെടെ ഉള്ള പരാമർശം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായി നോക്കിക്കാണേണ്ടത്. ഇത് തന്നെ മുൻനിർത്തി തന്നെയാണ് ഇത്തരത്തിൽ കെ സുരേന്ദ്രൻ ഇപ്പോൾ ദേശീയ ഇലക്ഷൻ കമ്മീഷനും കൃത്യമായിട്ട് പരാതി രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. കാരണം മതവികാരം ഇളക്കിവിടാനും കലാപം ഉണ്ടാക്കാനുമുള്ള ഒരു ശ്രമം ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അത് മുൻനിർത്തി തന്നെയാണ് ഇത്തരത്തിൽ പരാതിയുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുള്ളത്. അതായത് മുസ്ലിം സമുദായ വിശ്വാസികൾക്കിടയിൽ ഒരു ഭിന്നത സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ച് തന്നെയാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിട്ടുള്ളത്. നമുക്ക് ഈ സമയം അറിയാം, റമദാനോട് അടുത്ത് നിൽക്കുന്ന ഒരു സമയമാണ്, നോമ്പ് കാലമാണ്. ഇത്തരം ഒരു കാലത്ത് ഇത്തരത്തിൽ ഒരു ഭിന്നത വളർത്തുന്ന രീതിയിലുള്ള ഒരു പരാമർശം, അതും മലപ്പുറം പോലുള്ള ഒരു സ്ഥലത്ത് വന്ന് മുഖ്യമന്ത്രി നടത്തുമ്പോൾ അതിന്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള ഉദ്ദേശമുണ്ട്, അജണ്ടകളുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്ന ഒരു രീതി തന്നെയാണ് ഈ സംഭവത്തോടു കൂടി ഉണ്ടായിരിക്കുന്നത്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പരാതിയുമായി ബി ജെ പി തന്നെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുള്ളത്. വിഷ്ണു, സോണൽ, ഒരുപക്ഷെ നമുക്കറിയാം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിൽ സാമുദായിക വോട്ടുകൾ പിടിച്ചെടുക്കാനുള്ള CPM-ന്റെ ഒരു ഭാഗം തന്നെയല്ലേ ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ ഈ ഒരു വാക്കുകൾ സൂചിപ്പിക്കുന്നത്? അത് കൃത്യമായി ഏകദേശം മലപ്പുറം ജില്ലയിലെ ഈ ഒരു ആധിപത്യം സൃഷ്ടിക്കാനും അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിന്റെ വോട്ടുകൾ പിടിച്ചു പറ്റാനുമുള്ള ഒരു നീക്കം അത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഈ പരാമർശത്തിന് പിന്നിലുണ്ടായിട്ടുള്ളത് എന്നുള്ളത് മറ്റൊന്നും അവഗണിക്കാതെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിലൊരു തർക്കവുമില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ് അത്തരത്തിൽ ഈ കെ സുരേന്ദ്രന്റെ പരാതിയിലും പറഞ്ഞിരിക്കുന്നത്. ഈ പ്രസംഗം മുസ്ലിം വിഭാഗത്തിനിടയിൽ ഭയവും വെറുപ്പും വളർത്തുന്ന രീതിയിൽ തന്നെയാണ് ഉള്ളത് എന്നാണ് അദ്ദേഹവും അദ്ദേഹവും പരാതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. ഈ മുഖ്യമന്ത്രിയെ ഈ ഇലക്ഷൻ പ്രചാരണ യോഗങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള യോഗങ്ങളിൽ നിന്ന് മാറ്റി നിർത്തണം എന്നുള്ളൊരു ആവശ്യം കൂടി BJP ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതും പ്രധാനമായിട്ട് പറയേണ്ട കാര്യം തന്നെയാണ്. കാരണം പ്രീണന രാഷ്ട്രീയം മുതലെടുത്തുകൊണ്ട് വളർന്നു വന്നൊരു സംഘടന തന്നെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ വലിയ പരാമർശങ്ങളിലേക്ക് എത്തുന്നത് എന്നുള്ളത് മുൻപ് തന്നെ പല രാഷ്ട്രീയ നിരീക്ഷകരും നോക്കിക്കണ്ട ഒരു സംഭവമാണ്. അതിന്റെ ഒടുവിലത്തെ ഒരു സംഭവമാണ് ഇന്ന് ഇത്തരത്തിൽ മലപ്പുറം ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്. അതായത് CAA ഉൾപ്പെടെയുള്ള വിഷയവുമായി വന്ന സമയത്ത് അതിലേതൊക്കെ തരത്തിൽ അതിനെ വളച്ചൊടിക്കാം, തെറ്റായ രീതിയിൽ ചിത്രീകരിക്കാം എന്നുള്ളത് മാത്രമായിരുന്നു CPM-ന്റെ ഒരു അജണ്ട. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരമൊരു സംഗമവും റാലിയും ഉൾപ്പെടെ സംഘടിപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. അതായത് മലബാറിലെ ഒരു പ്രീണന രാഷ്ട്രീയം, അതായത് മുസ്ലിം വോട്ട് ബാങ്കിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കം അത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അത് ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. മുസ്ലിം സമൂഹത്തിനെ ഭിന്നിപ്പിക്കാനുള്ള, അതായത് ഈ വിഭാഗത്തിനുള്ളിൽ വലിയൊരു ഭിന്നിപ്പ് ഉടലെടുക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഈ ഒരു ശ്രമത്തിന് പിന്നിലെ ലക്ഷ്യം. അത് കൃത്യമായ അജണ്ടയോട് കൂടി തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കിക്കാണേണ്ടി വരും. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ പരാതി കെ സുരേന്ദ്രൻ പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇത്തരത്തിൽ സുരേന്ദ്രൻ പരാതി നൽകിയിട്ടുള്ളത് എന്നും വ്യക്തമാണ്. വിഷ്ണു, വ്യക്തമാണ്. സോണൽ കൃഷ്ണയാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചിട്ടുള്ളത്.